നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യം കണ്ട വികസനങ്ങളിൽ ഏറ്റവും വലിയ ഒന്ന് അതാണ് ഇന്നലെ കേരളം സാക്ഷ്യം വഹിച്ച വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഉദ്ഘാടനം. എന്നാൽ ഈ ഒരു വികസന വിജയത്തെക്കാൾ ഇന്ന് ഈ മലയാളികൾ പലരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റു ചില കാര്യങ്ങളാണ്. കേരളത്തിലെ രാഷ്ട്രീയ ഹാസ്യ രീതികളെ കുറിച്ചൊക്കെയാണ്. കിട്ടിയ കസേരയിൽ ഇരിപ്പുറച്ച് സ്റ്റേജിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരും ഇത് കണ്ട് ഇഷ്ടപ്പെടാതെ വലിയ വിയോജിപ്പുകൾ കാണിച്ച തൻ്റെ അമർഷം മാധ്യമങ്ങളിലൂടെ പറഞ്ഞ് രംഗത്തെത്തിയ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് മറുപടിയായിട്ട് രംഗത്തെത്തിയ പാലക്കാട് MLA അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിലും അങ്ങനെ പല ആളുകളുടെ പ്രതികരണമൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ചർച്ച അല്ലെങ്കിൽ വലിയ ട്രോള്. ഇന്നും ഇതിൻ്റെ കെട്ടടങ്ങിയിട്ടില്ല. ഈ ട്രോൾ തന്നെയാണ് വലിയ ചർച്ചാ വിഷയം. ഇന്നിപ്പോൾ മന്ത്രി പി എ മുഹമ്മദ് റിയാസിൻ്റെ ഈ രീതിയിലുള്ള പോസ്റ്റിനൊക്കെ മറുപടിയായിട്ട് രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയിരിക്കുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ പരിപാടിക്ക് ക്ഷണിച്ചത് മുതൽ തുടങ്ങിയിട്ടുള്ള വിവാദം വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനം കഴിഞ്ഞിട്ടും അവസാനിക്കാതെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിലുള്ള മറുപടിയൊക്കെ ആയിട്ട് നേതാക്കന്മാർ രംഗത്തെത്തുന്നത്. ട്രോളുകൾക്കും വിവാദങ്ങൾക്കും മറുപടിയുമായിട്ട് ഇന്ന് രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയതോടെ അതും വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. മുഹമ്മദ് റിയാസിനെ പരോക്ഷമായിട്ട് പരിഹസിച്ചുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഒരു മറുപടി എന്നോണം പ്രതികരിച്ചിരിക്കുന്നത്. താൻ നേരത്തെ വേദിയിലെത്തിയത് പലർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. തൻ്റെ പ്രവർത്തകരെ കാണാനാണ് താൻ നേരത്തെ വേദിയിലെത്തിയത്. അതിൽ ചില കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകന് പ്രശ്നമുണ്ടായിട്ടുണ്ട് എന്നും ഡോക്ടറെ കാണട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖറിൻ്റെ പരിഹാസം. എത്ര വേണമെങ്കിലും ട്രോളിക്കോളൂ, ഈ ട്രെയിൻ വിട്ടുകഴിഞ്ഞു, മരുമകന് വേണമെങ്കിൽ ഈ ട്രെയിനിൽ കയറാമെന്നും ഇതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ പറയുകയാണ്. കേരളത്തിൽ മാറ്റം വരുത്താൻ BJPക്ക് മാത്രമേ സാധിക്കൂ എന്നും BJPയെ അധികാരത്തിൽ എത്തിച്ചിട്ടേ താൻ ഇവിടെ നിന്ന് പോകൂ എന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. വിഴിഞ്ഞം ഇന്ത്യക്ക് വേണ്ടിയുള്ള ഒരു പ്രൊജക്റ്റാണ്. ചില രാജവംശത്തിലെ മരുമകന് ചില പ്രശ്നങ്ങളുണ്ട്. വേദിയിൽ നേരത്തെ വന്നത് കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകന് പ്രശ്നമായി തോന്നി. മരുമകൻ ഡോക്ടറെ കാണട്ടെ എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പരിഹാസം. CPMകാർ മുഴുവൻ ട്രോളുകയാണ്. വിഴിഞ്ഞം തുറമുഖം സാക്ഷാത്കരിക്കാൻ കാരണം നരേന്ദ്രമോദിയാണ്. ഇവർക്ക് ഇനി എന്തുമാത്രം സങ്കടപ്പെടാൻ ഇരിക്കുന്നു? എന്നെ എത്ര വേണമെങ്കിലും ട്രോളിക്കോളൂ, ഈ ട്രെയിൻ വിട്ടുകഴിഞ്ഞു, ആർക്ക് വേണമെങ്കിലും ട്രെയിനിൽ കയറാം, മരുമകന് വേണമെങ്കിലും ഈ ട്രെയിനിൽ കയറാം എന്നൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. താൻ നേരത്തെ വേദിയിലെത്തിയത് ചിലർക്ക് വിഷമമുണ്ടാക്കിയിട്ടുണ്ട്. പ്രവർത്തകർ നേരത്തെ വരും, അതാണ് യാഥാർത്ഥ്യം. അവരെ കാണാൻ വേണ്ടിയാണ് താൻ നേരത്തെ എത്തിയത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം രാജീവ് ചന്ദ്രശേഖർ അല്പത്തരം കാണിച്ച് എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ദേശാഭിമാനി ഉൾപ്പെടെ ഈ ഒരു വിഷയത്തെ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടത്. പിൻവാതിലിലൂടെയാണ് രാജീവ് ചന്ദ്രശേഖർ ഇരിപ്പിടം തരപ്പെടുത്തിയത് എന്നടക്കമായിരുന്നു ദേശാഭിമാനി അടക്കം പരിഹസിച്ചത്. മണിക്കൂറുകൾക്ക് മുമ്പേ വേദിയിൽ വന്നിരുന്ന അദ്ദേഹം അവിടെ ഇരുന്ന് BJP പ്രവർത്തകരോട് സംസാരിക്കുകയും പ്രവർത്തകർ രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. രാജ്യം സാക്ഷിയാണ് എന്നും എഡിറ്റോറിയലിൽ പരാമർശമുണ്ട്. അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന വേദിയിൽ ഇടം കിട്ടാത്തതിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ആത്മരോക്ഷം പ്രകടിപ്പിക്കേണ്ടെന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടോ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനോടോ അല്ല എന്നും സ്വന്തം അമ്മായിയപ്പനോടാണ് ഈ അമർഷമൊക്കെ കാണിക്കേണ്ടത് എന്നാണ് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന K. സുരേന്ദ്രൻ ഈ ഒരു വിഷയത്തിൽ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. മരുമകനായതുകൊണ്ട് ഒരാൾക്ക് വേദിയിൽ ഇടം കിട്ടുമോ എന്നതും സുരേന്ദ്രൻ പരിഹസിച്ചു കൊണ്ട് ചോദിച്ചിട്ടുണ്ട്. BJP അധ്യക്ഷൻ വിഴിഞ്ഞം ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തത് കേരള സർക്കാരിന്റെ ഔദാര്യത്തിലല്ല എന്നും തൃശൂരിൽ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിനിടയിൽ പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു ഔദാര്യത്തിലുമല്ല മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത്. അദ്ദേഹത്തെ കേന്ദ്ര സർക്കാരാണ് ഉദ്ഘാടന ചടങ്ങിൽ നിശ്ചയിച്ചത്. ഇത് ഏത് BJP അധ്യക്ഷന്മാർ വന്നാലും പരിഹസിച്ചും കളിയാക്കിയും അവരെ വായടപ്പിക്കുന്ന തന്ത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇത്തവണയും നടന്നു എന്നതായിരുന്നു സുരേന്ദ്രന്റെ പ്രതികരണം. അതൊന്നും വകവെച്ചു കൊടുക്കാനാവില്ല എന്നും SPGയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രധാനമന്ത്രി എത്തുന്നതിന് ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് സദസ്സിലും വേദിയിലും ഉള്ളവർ എത്തേണ്ടതാണ് എന്നും അത്രമാത്രമേ രാജീവ് ചന്ദ്രശേഖർ ചെയ്തിട്ടുള്ളൂ എന്നും അതിനുശേഷം ബ്രിട്ടാസും വിൻസെന്റും റഹീമും എല്ലാം വന്നു എന്നും എന്നാൽ അതൊന്നും വിമർശകർ കണ്ടില്ലല്ലോ എന്നും K. സുരേന്ദ്രൻ ചോദിച്ചു. ജനാധിപത്യ
ജനാധിപത്യ വിരുദ്ധമായ പ്രവൃത്തി ആര് ചെയ്താലും അതിനെ എതിർക്കും. രാജീവ് ചന്ദ്രശേഖർ മുദ്രാവാക്യമല്ല ഭാരത് മാതാ കി ജയ് ആണ് വിളിച്ചത് എന്നും പിണറായി വിജയൻ ഒഴികെ എല്ലാവരും വിളിക്കുന്നതാണതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. മന്ത്രി വി എൻ വാസവൻ LDFന്റെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ BJP അധ്യക്ഷനെ വിമർശിച്ചവർ എവിടെയായിരുന്നു എന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു. എന്തായാലും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ ഉദ്ഘാടന വേദിയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു സംഭവം, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ എത്തിയിട്ടുള്ള ആ ഒരു സംഭവം വലിയ രീതിയിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ഇതിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും ട്രോളുകൾക്കും ഒക്കെ വഴിയൊരുക്കിയിരിക്കുന്നത്. അതായത് രാജീവ് ചന്ദ്രശേഖർ സ്റ്റേജിലുണ്ടെന്നും തങ്ങൾ, അതായത് മുഖ്യമന്ത്രിയുടെ മരുമകനായ ഭാര്യയും PA മുഹമ്മദ് റിയാസ്, മന്ത്രിയായിട്ടുള്ള PA മുഹമ്മദ് റിയാസും ഒക്കെ തന്നെ സ്റ്റേജിൽ താഴെയാണ് എന്നതൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റായിരുന്നു PA മുഹമ്മദ് റിയാസ് പങ്കുവച്ചത്. അത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനായ മന്ത്രിയായ PA മുഹമ്മദ് റിയാസിനെ പരോക്ഷമായി പരിഹസിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. എന്തായാലും നമ്മുടെ നാട്ടിൽ വലിയ രീതിയിലുള്ള ഒരു വികസനം വരുമ്പോൾ ആ ഒരു പദ്ധതിയെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ അതിൻ്റെ അവകാശവാദങ്ങളും മറ്റും ഒക്കെ ഏറ്റെടുക്കുകയും അതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് കേരളത്തിലെ നേതാക്കന്മാരുടെ ശീലം എന്ന് ഒന്ന് വ്യക്തമാക്കി നൽകുന്ന ഒരു രീതി തന്നെയാണ് ഇത്തവണ നമ്മൾ കണ്ടത്. ഈ ഒരു അന്താരാഷ്ട്ര തുറമുഖ ഉദ്ഘാടന സമയത്ത് തന്നെ തുടക്കം മുതൽ തന്നെ നിരവധി വിവാദങ്ങൾക്കൊക്കെ വഴിതെച്ചിരുന്നു. അതിലേറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ പങ്കും അദ്ദേഹം വിഴിഞ്ഞം തുറമുഖത്തിന് നൽകിയിട്ടുള്ള ഒരു രീതിയും അദ്ദേഹം ആ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ചെലവിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അദ്ദേഹത്തിന് ഒരു നന്ദി വാക്കിൽ മാത്രം ഒതുക്കി കളഞ്ഞു. അദ്ദേഹം ചെയ്തിട്ടുള്ള വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും പലയിടത്തും പരാമർശിക്കപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് അടക്കം വലിയ രീതിയിൽ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള മറ്റൊരു രീതിയിലുള്ള ഒരു വിമർശനങ്ങളും ട്രോളുകളും ഒക്കെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്നത്. എന്തായാലും നേതാക്കന്മാർ പരസ്പരം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. ഇതൊക്കെ ജനങ്ങൾ വലിയ പരിഹാസത്തോടെ അല്ലെങ്കിൽ ചിരിക്കാനുള്ള ഒരു കാരണമായി മാത്രം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.